ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. നിങ്ങളെ ഏവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിന് നമ്മളോട് എന്താണ് പറയുവാനുള്ളത്, എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ശ്രദ്ധയോടെ കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കാതിനെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന കേൾവിക്കായി ഒരുങ്ങാം. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനം കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അടിയങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്വർഗീയ പിതാവേ, വചനം സംസാരിക്കുന്ന അടിയനെ അവിടുത്തെ കരങ്ങൾ തരികയാണ്. അവിടുന്ന് അടിയനെ എടുത്ത് ഉപയോഗിക്കണമേ. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങൾ തരുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. ആത്മാവിൽ അവരെ നിറയ്ക്കണമേ. കേൾക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ പതിയുവാൻ, അതും പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങേക്ക് കൊള്ളാവുന്ന ജീവിതം നയിപ്പാൻ സഹായിക്കണം. ഈ ശുശ്രൂഷയുടെ ആദ്യോടന്തം അങ്ങയുടെ നടത്തിപ്പ് കൂടെ ഇരുന്ന് സകലതും ചന്തവും ഉചിതമാക്കണം. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഒരിക്കൽ കൂടി നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ദൈവവചനം പഠിക്കാം, ശ്രദ്ധിക്കാം, കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആൻഡ് ദ ലോ, ക്രിസ്തുവും ന്യായപ്രമാണവും എന്ന വിഷയമാണ്. എന്താണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം? ക്രിസ്തുവും ന്യായപ്രമാണവും എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 40-ാമത്തെ സങ്കീർത്തനം, 40-ാം സങ്കീർത്തനം, അതിൻ്റെ 8-ാമത്തെ വാക്യം. 40-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. എന്താണ് കർത്താവ് പറയുകയാണ്? എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഐ ഡിലൈറ്റ് ടു ഡു ദൈ വിൽ ഓ മൈ ഗോഡ് എന്നാണ്. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ക്രിസ്തുവിന് ന്യായപ്രമാണത്തോട് എന്താണ് മനോഭാവം? ക്രിസ്തു പറയുകയാണ്, ന്യായപ്രമാണം എന്തു ചെയ്യുന്നു? എനിക്കത് ഇഷ്ടമാണ്, നിൻ്റെ ന്യായപ്രമാണം, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് എന്ത് പ്രതിഫലം കിട്ടും? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ദൈവം പറയുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ഒരു നിയമം ചെയ്യാൻ പോകുന്നു. ആ നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. നമ്മൾ നേരത്തെ കണ്ടു എന്താണ്? ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനത്തിന് എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിലെഴുതും. അപ്പോഴെന്താവും പ്രത്യേകത? ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. നോക്കണം പ്രിയമുള്ളവരെ, എപ്പോഴാണ് ദൈവം നമുക്ക് ദൈവമായും നമ്മൾ ദൈവത്തിൻ്റെ ജനവുമായി തീരുന്നത്? ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ്. ഹൃദയത്തിലുണ്ടെങ്കിൽ ഹൃദയത്തിലുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മാറുന്നത്, നമ്മുടെ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കത്തക്കവണ്ണം എന്ത് ചെയ്യണം? ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിൽ എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ ന്യായപ്രമാണം എഴുതുവാനും അല്ലെങ്കിൽ ജീവിക്കുവാനും സാധിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ ഈ ന്യായപ്രമാണം അനുസരിക്കുന്നത്. നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ
ചില വാക്യങ്ങൾ, ചില സംഭവങ്ങൾ നമുക്കറിയാം. 13, 14 വാക്യങ്ങളൊക്കെ നമ്മൾ എടുത്താൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് 2 പ്രശസ്തമായ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും സുപരിചിതമാണ്. 2 പേർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതായ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ആരാണ്? ഒരാൾ പരീശനാണ്. ആ പരീശൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? പരീശൻ ചെന്ന് ദൈവത്തോട് പറയുകയാണ്, അയ്യോ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നവനാണ്, ഞാൻ നിൻ്റെ വചനം അനുസരിക്കുന്നവനാണ്, ഞാൻ എല്ലാ ആഴ്ചയിലും ശബദതോറും പള്ളിയിൽ പോകുന്നവനാണ്, ഞാൻ ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ്, ഞാൻ വഴിപാട് കാണിക്കൊക്കെ കൊടുക്കുന്നവനാണ്, ഞാൻ ഉപവസിക്കുന്നവനാണ്, എല്ലാം ചെയ്യുന്നവനാണ് എന്ന് പറയുകയും അടുത്ത് നിൽക്കുന്ന ആളിനെ എന്നിട്ട് കുറ്റം പറയുകയാണ്. ഇവനെ പോലെ അല്ല ഞാൻ, അവനാരാണ്? ചുങ്കക്കാരനാണ്, പാപിയാണ്, അവനെപ്പോലെ അല്ല ഞാൻ വിശുദ്ധനാണ്, ഞാൻ ഭക്തനാണ് എന്ന് ഒരു ആൾ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ മറ്റേ ആളോ, അവൻ എന്താണ് പ്രാർത്ഥിച്ചത്? അവൻ പ്രാർത്ഥിക്കുകയാണ്, പാപിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറയുകയാണ്. അവൻ ദൂരത്ത് നിൽക്കുകയാണ്. ഈ ചുങ്കക്കാരന് ദൈവത്തിൻ്റെ അടുത്തോട്ട് വരാൻ പോലും അവന് മനസ്സില്ല. അവൻ ദൂരത്ത് നിന്നുകൊണ്ട്, മറ്റവനോ വളരെ അഹങ്കാരത്തോടെ, വലിയ ഉന്നത ഭാവത്തോടെ വന്ന് പറയുകയാണ്, ഞാൻ ഇവനെ പോലെ അല്ല. നോക്കണം, ഈ ചുങ്കക്കാരൻ പറയുകയാണ് ദൂരത്ത് നിന്നുകൊണ്ട്, എന്താ പറഞ്ഞത്? പാപിയാണ് കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ ഉണ്ടാകണമേ. ആ വചനം താഴോട്ട് നമ്മൾ വായിച്ചാൽ പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചവൻ നീതീകരിക്കപ്പെട്ടവനായി സമാധാനത്തോടെ പോയി എന്നാണ്. മറ്റവന് അപ്പം തന്നെ അവൻ്റെ പ്രതിഫലം ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്ന ഒരനുഭവമാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കെ ആ ദൈവത്തിൻ്റെ സ്ഥാനം മുറുകെ പിടിക്കാതെ എന്ത് ചെയ്തു? ദാസവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഭൂമിയിൽ വന്ന് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞത്, എന്താണ്? നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ന്യായപ്രമാണം എഴുതുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ദൈവം പറയാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ. ഒരു പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്ക് ചോദ്യമുണ്ടായേക്കാം, എങ്ങനെയാണ് ദൈവത്തിൽ വസിക്കാൻ കഴിയുന്നത്? ദൈവം പറയുന്നു, ദൈവം ആണ്, വചനമാണ് ദൈവമെന്ന്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ എന്താണ്? ദൈവം പറയുന്നു എന്നിൽ വസിപ്പീൻ എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വസിപ്പീൻ. ആ വചനം നിങ്ങളിലും ഇരിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. ആ വചനം നിങ്ങളിലിരിക്കുമ്പോൾ തെറ്റേതാണ് ശരിയേതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ആ വചനം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ പോകരുത്, അങ്ങനെ ചെയ്യരുത്, അവിടെ പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് എന്നത് ആ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ടാണ് എന്ത് വേണ്ടത്? ഈ ന്യായപ്രമാണം എവിടെ എഴുതേണ്ടത്? ഹൃദയത്തിൽ എഴുതേണ്ടത്. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ ഓരോ യാത്രകളിലും നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി നമ്മോട് പറയണം, അത് തെറ്റാണ്, അത് ശരിയല്ല, അത് ദൈവം ഇഷ്ടപ്പെടുന്നതല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയത്തക്കവണ്ണം അങ്ങനെ പറയുകയും അത് ചെയ്യാതെ ഇരുന്നു കൊണ്ട് നമ്മളെ തന്നെ എപ്പോഴും നന്മയിലേക്ക്, നല്ലത് ചെയ്യുന്നതിലേക്ക്, അനുസരണത്തിലേക്ക് നയിക്കുവാൻ എന്ത് ചെയ്യണം? ഈ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചത്, എന്ത്? എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല ഫലം കായ്ക്കണമെന്നാണ്. നല്ല ഫലം കായ്ക്കണമെങ്കിൽ നമുക്ക് തനിയെ ഇരുന്നാൽ കായ്ക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വസിക്കണം, ദൈവ വചനത്തിൽ വസിക്കണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ നമ്മുടെ ചിന്താവിഷയം എന്താണ്? ന്യായപ്രമാണവും യേശുക്രിസ്തുവും. യേശുക്രിസ്തു പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു. നമ്മളും എന്ത് ചെയ്യണം? ആ കൽപ്പനകൾ പ്രമാണിക്കണം. അങ്ങനെ
അങ്ങനെ പ്രമാണിച്ചപ്പോൾ യേശുക്രിസ്തു പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചപ്പോൾ അവൻ്റെ സ്നേഹത്തിൽ ഞാൻ വസിച്ചു. ഞാൻ അങ്ങനെ അവൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമെങ്കിൽ നിങ്ങൾക്കും എൻ്റെ സ്നേഹത്തിൽ, പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കാം. എത്ര സന്തോഷം നൽകുന്ന, എത്ര മനോഹരമായ വാഗ്ദത്തമാണ് പ്രിയമുള്ളവരെ. ഈ വാഗ്ദത്തം നിലനിൽക്കുമ്പോഴാണ് ന്യായപ്രമാണം വേണ്ട എന്ന് നമ്മൾ കേൾക്കുന്നത്. അനേകർ ദൈവത്തിൻ്റെ വചനവുമായി നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ വലിയ വക്താക്കളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് ഈ കൽപ്പന നീങ്ങിപ്പോയി, ഇതിൻ്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ ഈ പ്രമാണങ്ങൾ അനുസരിച്ചു. ഈ പ്രമാണങ്ങൾ ഞാൻ അനുസരിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നു. അതുപോലെ നിങ്ങളും അനുസരിക്കണം. അനുസരിച്ചാൽ നിങ്ങൾക്ക് ആ സ്നേഹത്തിൽ നിലനിൽപ്പാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫലവും കായ്ക്കാൻ കഴിയുകയില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കൽപ്പന, എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യും? ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഒരു നിയമം ചെയ്യാൻ പോകുന്ന. എന്താണ് നിയമം? ഞാൻ എൻ്റെ ന്യായപ്രമാണം, പുതിയ ന്യായപ്രമാണമൊന്നുമല്ല, ആ പഴയ ന്യായപ്രമാണം തന്നെ, ദൈവം തന്നിരിക്കുന്ന ആ കൽപ്പന തന്നെ എവിടെ എഴുതും? അത് പുസ്തകത്തിലല്ല, അത് കല്ലിന്മേലല്ല. എവിടെ എഴുതും? അത് ഹൃദയത്തിലെഴുതും. അപ്പോൾ ന്യായപ്രമാണം മാറി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, മാറി. എന്താണ് മാറി? എഴുതിയിരുന്ന മെറ്റീരിയൽ മാറി. എന്താണ് മാറിയത്? എഴുതിയിരുന്ന മെറ്റീരിയൽ മാറി. അതിൽ എഴുതിയിരുന്ന എഴുത്തല്ല മാറിയത്, എഴുതാൻ ഉപയോഗിച്ച സംഗതി മാറി. നേരത്തെ കല്ലിൽ എഴുതി, ഇപ്പോഴത് എവിടെ എഴുതുന്നു? അത് ഹൃദയത്തിൽ എഴുതുന്നു. അപ്പോൾ ആ എഴുതിയ മെറ്റീരിയലിന് മാത്രമേ മാറ്റം വന്നുള്ളൂ. എഴുതിയ എഴുത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. വേറൊരർത്ഥത്തിൽ ഇതിനെ നമ്മൾ പറഞ്ഞാൽ, സ്വർഗത്തിലേക്ക് പോകാനുള്ള പെർമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ കൽപ്പനയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് യോഗ്യന്മാരാകണമെങ്കിൽ നമ്മളെ ഫിറ്റാക്കുന്നത്, യോഗ്യരാക്കുന്നത് ഈ കൽപ്പനയാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടാൽ മാത്രമേ നമ്മൾ സ്വർഗത്തിന് യോഗ്യന്മാരാകത്തുള്ളൂ പ്രിയമുള്ളവരെ. അപ്പോൾ യേശുക്രിസ്തുവും കൽപ്പനയും തമ്മിലുള്ളതായ ബന്ധത്തെ നമ്മൾ കാണുകയാണ്. എന്താണ് നമ്മൾ കണ്ടത്? യേശുക്രിസ്തു കൽപ്പന അനുസരിച്ചു. ആ കൽപ്പന നല്ലതാണ്, അത് എൻ്റെ ഉള്ളിലുണ്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും അതുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തിൻ്റെ വാസസ്ഥലമാകുന്ന സ്വർഗത്തിൽ വിശുദ്ധന്മാരെ കർത്താവ് കൊണ്ടുപോകാൻ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകുവാൻ നമ്മൾക്ക് യോഗ്യത ലഭിക്കത്തുള്ളൂ പ്രിയമുള്ളവരെ. ഈ കൽപ്പനയും അനുസരണവും എന്ന് പറയുന്നത് എന്താണ്? കൽപ്പനയും അനുസരണവും, ഈ സുവിശേഷത്തിന് 2 ഭാഗമുണ്ടെന്നാണ്. സുവിശേഷത്തിന് 2 ഭാഗമുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് അനുസരണം. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? ദൈവമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഭൂരിഭാഗം ജനങ്ങളും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ പറയുന്നത് അത് കൊള്ളാം, നല്ല കാര്യമാണ്. ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നല്ല കാര്യം. പക്ഷേ പിശാചുക്കളും വിശ്വസിക്കുന്നു. പിശാചുക്കളെ നിങ്ങളെക്കാൾ ഒരു പടി മുകളിലാണ്. എന്താ ചെയ്യുന്നത്? പിശാച് വിശ്വസിക്കുക മാത്രമല്ല, വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ സുവിശേഷത്തിന് എന്തു വേണം? സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്തയാണ്, ഗുഡ് ന്യൂസ്. എന്താണത്? എൻ്റെ പാപം മാറിപ്പോയി, എനിക്ക് മരണം നീങ്ങിപ്പോയി, നല്ല നിത്യജീവൻ ലഭിക്കുന്നു എന്ന വാർത്തയാണ്. പക്ഷേ അതിന് 2 ഭാഗം എന്താണുള്ളത്? ഒന്ന് വിശ്വാസമാണ്, 2 അനുസരണമാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും ഇനിയും പാപം ചെയ്യാതെ, എന്തിനു വേണ്ടി മരിച്ചു? എൻ്റെ പാപത്തിനു വേണ്ടി. ഇനി പാപം ചെയ്യാതെ ജീവിക്കുവാൻ ഞാൻ കൽപ്പന അനുസരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് കൽപ്പന ബാധകമാണോ? നിശ്ചയമായും ബാധകമാണ്. സുവിശേഷത്തിൻ്റെ 2 ഭാഗത്തിൽ ഒന്ന് വിശ്വാസവും രണ്ടാമത്തത് അനുസരണമാണ്. എന്താണ് അനുസരിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനമാണ് അനുസരിക്കേണ്ടത്. അപ്പോൾ ഈ കൽപ്പനയുടെ പ്രാധാന്യം എന്താണ്? ഇത് ദൈവം പറഞ്ഞു കൊടുത്തതാണ്. ദൈവം ഇത് സ്വന്തം വിരലുകൊണ്ട് എഴുതി കൊടുത്തതാണ്. ഇതിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറ്റം വരുന്ന കൽപ്പനയല്ല. ഇത് മനുഷ്യൻ്റെ ആകെ ഉത്തരവാദിത്തമാണ്. മലാക്കിയുടെ ലേഖനം, മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം പറഞ്ഞാൽ, യഹോവയായ ഞാൻ മാറാത്തവൻ. യഹോവ മാറാത്തവനായതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? യഹോവയുടെ വചനവും ഒരു കാലത്തിനും അതിന് മാറ്റം വരുന്നില്ല. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ നോക്കിയാൽ 10-ാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ എന്താണ്?
യേശു ക്രിസ്തുവിനെ പാറയായിട്ട് കാണിക്കുകയാണ്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറയിൽ നല്ലോ നമ്മൾ കുടിച്ചത്. ആ പാറ എന്തായിരുന്നു? ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്താണ് മാറ്റം ഈ അനുസരണത്തിന് അല്ലെങ്കിൽ സുവിശേഷത്തിൽ നിന്ന് നമ്മളെ മാറ്റിയത്? ക്രിസ്തുവിൽ നമ്മളെ മാറ്റിയത് എന്താണ്? പാപമാണ് നമ്മളെ മാറ്റിയത്. പാപം എന്താണ്? പാപം എന്ന് പറയുന്നത് കൽപ്പനാ ലംഘനമാണ്. അപ്പോൾ ക്രിസ്തുവിലേക്ക് അടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിച്ചാൽ മാത്രം പോരാ, ക്രിസ്തുവിനെ വിശ്വസിക്കുകയും വേണം. അപ്പോൾ സുവിശേഷത്തിൻ്റെ ആവശ്യകത വന്നത് എന്തുകൊണ്ടാണ്? സുവിശേഷം എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? നല്ല വാർത്ത. എന്താണ് നല്ല വാർത്ത? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് നല്ല വാർത്ത. അങ്ങനെ ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പാപം ചെയ്തത് കൊണ്ടാണ്. പാപമാണ് നമ്മളെ എന്ത് ചെയ്തത്? മരണത്തിലേക്ക് നയിച്ചത്. അല്ലെങ്കിൽ പാപമാണ് ക്രിസ്തുവിന് വന്ന് നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നത്. അപ്പോൾ യേശുവിലൂടെയാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ളതായ രക്ഷ ലഭിക്കുന്നത്. അതുകൊണ്ട് ആ പാപം കൽപ്പനാ ലംഘനമായതുകൊണ്ട് തന്നെ ഇനിയും പാപം ചെയ്യാതിരിക്കുവാൻ ആ കൽപ്പന അനുസരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. 89-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. എന്താണ് നമ്മൾ കണ്ടത്? ദൈവം പറയുകയാണ്, ഞാൻ മാറാത്തവൻ, ഞാൻ ഒരിക്കലും വാക്ക് മാറുന്നവനല്ല, ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാണ്, അതൊരിക്കലും മാറ്റുന്നവനല്ല, ഞാൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. 111-ാം സങ്കീർത്തനം അതിൻ്റെ 7-8 വാക്യം പറയുന്നത്: അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായമാകുന്നു, അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അപ്പോൾ ഈ പ്രമാണം എങ്ങനെയുള്ളതാണ്? എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ഒന്ന്, ദൈവം സ്വന്തം വാഗൊണ്ട് ഉരുവിട്ടതാണ്. അതാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. ഈ കൽപ്പന ദൈവം പറഞ്ഞതാണ്. സ്പോക്കൺ ബൈ ഗോഡ്. പറഞ്ഞത് മാത്രമല്ല, പിന്നെ റിട്ടൺ ബൈ ഗോഡ്, ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം വിരലുകൊണ്ട്. അപ്പോൾ കൽപ്പനയുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, സ്പോക്കൺ ബൈ ഗോഡ് ആൻഡ് റിട്ടൺ ബൈ ഗോഡ്. ഒന്ന്, ദൈവത്താൽ പറഞ്ഞതും ദൈവത്താൽ എഴുതപ്പെട്ടതുമാണ് ഈ കൽപ്പനയുടെ പ്രത്യേകത. പിന്നെന്താണ്? ആരാണിതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആരാണിതിൻ്റെ ഓദർ? കർത്താവ് യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിച്ചാൽ 9-ാമത്തെ അധ്യായം, സീനായി മലയിന്മേൽ അവൻ ഇറങ്ങി. അവിടെ നിന്ന് അവൻ എന്ത് ചെയ്തു? അവർക്ക് കൽപ്പന 2 കൽപ്പലകയിലുള്ളത് മോശയ്ക്ക് എഴുതി കൊടുത്ത്, ആ സംഭവം നമുക്കറിയാം. മോശയോട് കയറി ചെല്ലാൻ പറഞ്ഞതും ദൈവം സ്വന്തം വിരലുകൊണ്ട് എഴുതി കൊടുത്തതൊക്കെ നമുക്കറിയാം. ദൈവമാണ്, ക്രിസ്തുവാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓദർ. ഇനി ആരാണ്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ എന്ത് പറയുന്നു? ക്രിസ്തുവാണ് ആ പാറ എന്നവിടെ കാണുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇത് മാറുന്നതാണോ? ഇതൊരിക്കലും മാറുന്നതല്ല. ഇനിയും മനുഷ്യന് ഇതിനോടുള്ള ഉത്തരവാദിത്തം എന്താണ്? ദൈവം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ എൻ്റെ വാക്ക് മാറത്തില്ല, ഞാൻ മാറത്തില്ല, എൻ്റെ വാക്ക് മാറത്തില്ല. പിന്നെ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് ചെയ്യുന്നു? ആ നിയമത്തെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലംഘിക്കത്തില്ല. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഒരിക്കലും മാറ്റം വരുത്തത്തുമില്ല. ഇനി മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്താണ്? മനുഷ്യന് വല്ല ഉത്തരവാദിത്വമുണ്ടോ? 111-ാം സങ്കീർത്തനം 7-8 വാക്യം നമ്മൾ വായിച്ചത് എന്താണ്? അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായമാകുന്നു, അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അപ്പോൾ മനുഷ്യൻ അതിനോടുണ്ടാകേണ്ട സമീപനം എങ്ങനെയാണ്? ഈ ന്യായപ്രമാണം എന്തായിരിക്കണം? വിശ്വാസയോഗ്യമാണ്, അത് വിശ്വസിക്കേണ്ടതാണ്, അതനുസരിക്കേണ്ടതാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇനിയും 12-ാമത്തെ അധ്യായം, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. സഭാപ്രസംഗി 12:13 പറയുന്നത് എന്താണ്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ 10 കൽപ്പനയുടെയും സാരം കേൾക്കണം. ആ 10 കൽപ്പനയുടെ സാരം കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പ്രഖ്യാപിക്കുകയുണ്ടായി. കർത്താവിനോട് ആളുകൾ വന്ന് ചോദിച്ചു, എന്താണ് ഈ കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും വിലയേറിയ വലിയ കൽപ്പന ഏതാണ്? ദൈവം പറഞ്ഞു, എന്താണ് കൊടുത്ത മറുപടി? നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവും കൂടെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ആരാധിക്കുക, അല്ലെങ്കിൽ സേവിക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന.
ഓക്കെ. അപ്പോൾ എന്താണ്? നമ്മൾ ദൈവത്തെ ഒന്നാമത് കാണണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആ ദൈവമല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. ആ ദൈവത്തെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു രൂപവും എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു രൂപം ഉണ്ടാക്കാൻ പാടില്ല. ദൈവം പറഞ്ഞത്, ദൈവം സൃഷ്ടിപ്പ് കഴിഞ്ഞ് വിശ്രമിച്ചതുപോലെ നാമും എന്ത് ചെയ്യണം? ആ 7-ാം ദിവസത്തെ വിശ്രമയോഗ്യമാക്കി വിശുദ്ധമാക്കി മാനിക്കണം, അനുഗ്രഹിക്കണം, അനുസരിക്കണം എന്നത് ദൈവം പറഞ്ഞു. പിന്നെ ദൈവം പറഞ്ഞു, ഒന്നാമത്തേത് ഇതാണ്, രണ്ടാമത്തേത് എന്താണ്? ഇതിനോട് സമമാണ്, വ്യത്യാസമൊന്നുമില്ല, ഈക്വൽ, ഇതിനോട് തുല്യം. എന്താണത്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അതിൽ എന്തുണ്ട്? നിൻ്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം. കൂട്ടുകാരനെ കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. ഇങ്ങനെ 6ഉം 4 ദൈവമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നതും 6 മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നതും. അപ്പോൾ 1 മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തെ ദൈവമായി അംഗീകരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, എല്ലാത്തിനും ദൈവത്തെ മുമ്പിൽ വെക്കുക. 2 ഇത് ക്രിസ്തു ചെയ്തു, നമ്മളും അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 2 എന്താണ്? മനുഷ്യനെ സ്നേഹിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, 1 നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകണം. നമ്മളോട് സ്നേഹം കാരണം എന്താണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് ദൈവം വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തെ നമ്മൾ യോഗ്യമാക്കണം. പിന്നെ കൂട്ടുകാരനെ അതുപോലെ സ്നേഹിക്കണം. കൂട്ടുകാരനെയും ദൈവം സ്നേഹിക്കുന്നു, ആ കൂട്ടുകാരനിലും ദൈവം വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മളിൽ ക്രിസ്തുവിനെ കാണുന്നത് പോലെ മറ്റുള്ളവരിലും ക്രിസ്തുവിനെ കാണണം. അങ്ങനെ ക്രിസ്തുവിനെ കാണുന്നവരായി തീരണം. അങ്ങനെ അന്യോന്യം സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. 2 കൂട്ടുകാരന് ഉണ്ടാകുന്ന ആവശ്യങ്ങൾ, നിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം നീ എന്ത് ചെയ്യണം? പങ്കുവയ്ക്കുവാൻ ബാധ്യസ്ഥനാണ്. കൂട്ടുകാരന് വേണ്ടി നീ അവനെ സ്നേഹിക്കുകയും ആവശ്യത്തിലിരിക്കുന്നവർക്ക് സഹായമായി ചെല്ലേണ്ടതും ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അപ്പോൾ സഭാപ്രസംഗിയിൽ നമ്മൾ കണ്ടതെന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദിസ് ഈസ് ദ ഹോൾ ഡ്യൂട്ടി ഓഫ് എ മാൻ. എന്ന് വെച്ചാൽ ദൈവത്തെ ഭയപ്പെടുക, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക. സാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, അതാണ് ആ 10 കൽപ്പനയുടെ സാരം. അങ്ങനെ ആ കൽപ്പന അനുസരിക്കുന്നതാണ്, അത് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വം. നമ്മളെ യോഗ്യന്മാരാക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലാണ്, അത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സ്വർഗത്തിലേക്ക് പോകുവാൻ നോക്കിയിരിക്കുകയാണോ? സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ളതാണോ നമ്മുടെ ആഗ്രഹവും ആകാംക്ഷയും ആശയും പ്രത്യാശയും? അതാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ എഴുതാം. അങ്ങനെ എഴുതപ്പെട്ടാൽ ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ആ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരുമായി പങ്കുവെക്കുവാൻ താല്പര്യമുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുവാനും മനുഷ്യരെ സ്നേഹിക്കുവാനും ദൈവം നിങ്ങളിൽ വസിക്കുവാനും നിങ്ങൾ താല്പര്യപ്പെടുന്നോ? ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളോട് സ്നേഹത്തിനൊരു കുറവുമില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കും ആ സ്നേഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കാം. ദൈവമേ, ഞാനിതാ എന്നെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ന്യായപ്രമാണം എൻ്റെ ഹൃദയത്തിൽ എഴുതണമേ. എനിക്ക് സ്വർഗത്തിലേക്ക് യോഗ്യനാകേണ്ടതായി താല്പര്യമുണ്ട്. അങ്ങയുടെ സ്വർഗത്തിലേക്ക് വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എന്നെ ആ ന്യായപ്രമാണത്താൽ ശുദ്ധീകരിച്ച് യോഗ്യനാക്കണമേ എന്ന് നമുക്ക് പറയാം. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പറയാം. എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ക്രിസ്തു അവിടുത്തെ വചനം അനുസരിച്ചതുപോലെ ഞങ്ങളും അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ.